അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിച്ച തദ്രീബു തിലാവയുടെ 6ാം ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇതിലൂടെ പറയുന്നത് 2 നിയമങ്ങളാണ്. ഒന്ന് ഗുന്നത്ത്, മറ്റൊന്ന് ഇഖ്ലാബ്. എന്താണ് ഗുന്നത്ത് എന്ന് പറയുന്നത്? തരിമൂക്കിന്റെ സഹായത്തോടെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത 2 അക്ഷരങ്ങളുണ്ട്. അതാണ് മീമ്, നൂന്. ഈ 2 അക്ഷരങ്ങൾക്ക് ഷദ് വന്നാൽ 2 ഹർക്കത്ത് ഉച്ചരിക്കത്ര സമയം കൊടുത്ത് മണിക്കണം എന്നുള്ളതാണ്. അൽ ജന്ന എന്ന് പറയുന്നത് പോലെ. മറ്റൊരു തജ്വീദിന്റെ നിയമം അൽ ഇഖ്ലാബ്. ഇഖ്ലാബിനെ കുറിച്ചാണ്. എന്താണ് ഇഖ്ലാബ്? സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ എന്നൊരക്ഷരം വന്നാൽ തൻവീനിനെ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് മണിച്ചുച്ചരിക്കണം. ഇതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഉദാഹരണമായി റംബൻ, ഇവിടെ സുക്കൂണിന് ശേഷം ബാ വന്നപ്പോൾ അതിനെ മീമാക്ക് മണിച്ച് ഉന്നത്ത് ചെയ്തു. നമുക്ക് വായിക്കാം. ആദ്യമായി അഷ്ഹർ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇത് തീർക്കേണ്ടത്. അദൽ ഫുസൂലി 23 പീരീഡുകളാണ് ഇതിന് ഉപയോഗപ്പെടുത്തേണ്ടത്. മഖ്തഉ ഷഹർ മിൻ അവ്വലി സൂറത്തുർ റഹ്മാൻ ഇലാ ആഖിരി സൂറത്തുൽ ഹദീദ്. ഈ മാസത്തിൽ തീർക്കേണ്ട സൂറത്തുകൾ സൂറത്തുർ റഹ്മാനിന്റെ ആദ്യം മുതൽ സൂറത്തുൽ ഹദീദിന്റെ അവസാനം വരെയുള്ളതാണ്. മഖ്തഉ തഹ്ഫീൽ സുവരി സൂറത്തുൽ സൽസല 4 ഫുസൂൽ. ഈ പാഠത്തിൽ കാണാതെ പഠിക്കാനുള്ള സൂറത്ത് സൽസല സൂറത്താണ്. 4 പീരീഡാണ് അതിന് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൽ കാണാതെ പഠിക്കേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തു സൽസല. QR സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? മനോഹരമായി കെട്ടിപ്പഠിക്കുക. സൂറത്തുകൾ പരിചയപ്പെടാം. ഇതിൽ 3 സൂറത്താണ് ഓതി പഠിക്കാനുള്ളത്. ഒന്ന് സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ എന്നുള്ള മദനിയാണ്. മദനിയ എന്ന് പറഞ്ഞാൽ നിബിത്തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിന് ശേഷം വന്ന ഇതിനെ മദനിയ എന്ന് പറയുന്നത്. ആയാത്തുഹ 78 ആയത്തുകളാണ്. തർത്തീബുഹ 55ാമത്തെ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. രണ്ടാമതായി പഠിക്കാനുള്ള സൂറത്തുൽ വാഖിയാണ്. മക്കിയാണ്. ആയാത്തുഹ 96 ആയത്തുകളാണ്. തർത്തീബുഹ 56ാമത്തെ സൂറത്താണ് സൂറത്തുൽ വാഖിയ. മൂന്നാമതായി പഠിക്കേണ്ട സൂറത്തുൽ ഹദീദ്. അത് മദനിയാണ്. ആയാത്തുഹ 29 ആയത്തുകളാണ്. തർത്തീബുഹ 57ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ഈ 3 സൂറത്തുകൾ എന്ത് ചെയ്യുക? താഴെ കൊടുത്ത QR സ്കാൻ ഉപയോഗിച്ച് കേട്ട് നന്നായി പഠിക്കുക. ഇനി നോക്കിയാൽ ഗുന്ന. ഇതിൽ പഠിക്കേണ്ട തജ്വീദ് നിയമമാണ് ഗുന്നത്ത് എന്നുള്ളത്. അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിന്റെ സഹായത്തോടെയല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത 2 അക്ഷരങ്ങളാണ് മീമ്, നൂന് എന്നിവ. ഈ അക്ഷരങ്ങൾക്ക് ഷദ് വന്നാൽ 2 ഹർക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം. നോക്കൂ, അതിലുദാഹരണമാണ് അൽ ജന്ന വറുമ്മാൻ ഷദ്ദുൽ മീം. ഇങ്ങനെയാണ് ഗുന്നത്ത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നിയമം പഠിക്കാണത് അൽ ഇഖ്ലാബ്. ഇഖ്ലാബാണ്. എന്താണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്? സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ എന്ന ഏക അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. നോക്കൂ, അന്നൂന് സാക്കിന എന്നാണ് സുക്കൂനുള്ള നൂന്. അതിന് ശേഷം ബാ വരാം. അപ്പൊ അങ്ങനെ വായിക്കും. ഉദാഹരണം റംബൻ. ആ നൂനിനെ മീമാക്കി മണിച്ചുച്ചരിക്കുക. രണ്ടാമതായി തൻവീനാണ്. ഫത്തഹ് തൻവീന, ലമ്മ തൻവീന, കസ്ർ തൻവീന, ഏതെങ്കിലും തൻവീന് ശേഷം ബാ വരാം. അലീമും ബിമാ. അതാ ഉദാഹരണം. അലീമും ബി. തൻവീനിനെ മീമാക്കി മറിച്ചിട്ട് ഉന്നത്ത് ചെയ്യാം. ഇനി പദങ്ങൾ ഇത് പരിശീലിക്കാം. ഇത് ഓതി പഠിച്ചിട്ട് എന്ത് ചെയ്യുക ആണ് എഴുതേണ്ടത്. 3 പ്രാവശ്യം എഴുതുക. വന്നജമു കഅന്നഹുന്ന മുദ്ഹാമ്മതാൻ മിൻ ബഅദു വലാജാൻ ബാബും ബാത്തിനുഹു.
പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. ഇനിയുള്ള വർക്ക് എന്താണ്? സുമ്മ സൂറത്തുൽ ഹദീദ് 538 പേജ് 4-ാമത്തെ ആയത്താണ്. ഫഅമ്മാ ഇൻ കാന സൂറത്തുൽ വാഖിയയിലെ 537 പേജിൽ 88-ാമത്തെ ആയത്ത്. മിന്നാ സൂറത്തുർ റഹ്മാൻ പേജ് നമ്പർ 531 15-ാമത്തെ ആയത്ത്. വതഫാഖുറും ബൈനകും സൂറത്തുൽ ഹദീദ് 548 പേജ് 20-ാമത്തെ ആയത്ത്. ശീലിക്കാം, ഗ്രഹിക്കാം. സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ നിത്യമാക്കുന്നത് ദാരിദ്ര്യത്തെ തടയുമെന്നുള്ളതാണ്. അപ്പോൾ പതിവായി സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാരിദ്ര്യത്തെ തടയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഗുണം. മറ്റൊരു ദുആഉൽ ഖുർആനി, ഖുർആനിൽ ദുആ പഠിക്കാനുണ്ട്. റബ്ബി ഗഫിർ വറഹം വഅൻത ഖൈറുർ റാഹിമീൻ. ഖുർആനിൽ വന്നൊരു ദുആ ആണ്. ഇതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, നീ പുറത്തു തരികയും റഹ്മത്ത് തരികയും ചെയ്യണമേ. നീയാണ് റഹ്മത്ത് ചെയ്യുന്ന ഏറ്റവും ഖൈറായ റഹ്മത്ത് ചെയ്യുന്നവൻ. അപ്പം ഈ ദുആ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക, പതിവായി എന്ന് ദുആ ചെയ്യുക. ഇനി അവസാനത്തെ വർക്ക് മാസാന്ത മൂല്യനിർണ്ണയം. ഉസ്താദ ചെയ്തു കൊടുക്കേണ്ടത്. അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകാനാണ്. ഏതാണ് കുട്ടിക്ക് അനുയോജ്യമായത് ആ കോളത്തിൽ സ്റ്റാർ നൽകുക. മുംതാസ് ഏറ്റവും മികച്ചത്. ജയ്യിദുൻ ജിദ്ദ വളരെ നല്ലത്. ജയ്യിദ് നല്ലത്. ഗൈറു ജയ്യിദ് നല്ലതല്ല. ഏതാണ് ആ കുട്ടിക്ക് അനുയോജ്യമായത്? കുട്ടി നന്നായിട്ട് ഓതുന്നുണ്ടോ, വർക്കുകൾ വൃത്തിയായി ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിന് അനുയോജ്യമായ കോളത്തിൽ സ്റ്റാർ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.